ഹലോ വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് ഡൈനാമിക് റിപ്പോർട്ട് ഇൻ പിവോട്ട് ടേബിൾ. എങ്ങനെ പിവോട്ട് ടേബിൾ റിപ്പോർട്ട് നമുക്ക് ഡൈനാമിക് ആക്കാം. അതായത് നമ്മൾ സാധാരണ ഒരു റിപ്പോർട്ട് എടുക്കാന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിന് റിപ്പോർട്ട് എടുത്തു. റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ നമുക്ക് ഫുൾ ഹെഡിങ്സ് ഉണ്ടാവും. ഞാൻ ഇതിനെ സാധാരണ എനിക്ക് MIs ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ പിവോട്ട് ടേബിൾ എടുക്കുകയാണ്. അതായത് എനിക്ക് കസ്റ്റമറെ ടോട്ടൽ കിട്ടണം. അതിനുവേണ്ടി പിവോട്ട് ടേബിൾ എടുത്തു നമുക്കിവിടെ പുതിയ ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക് അതിൻ്റെ റിപ്പോർട്ട് വരും. പിവോട്ട് ടേബിളിൽ പിവോട്ട് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമറിനെ റോ ഫീൽഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. അതേപോലെ തന്നെ എമൗണ്ടിനെയും ഡ്രാഗ് ചെയ്യുക. വാല്യൂ ഫീൽഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കസ്റ്റമറുടെ എമൗണ്ട് വൈസ് ടോട്ടൽ കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇത് എക്സാമ്പിൾ ഇത് അപ് ടു ഏപ്രിൽ മന്ത് വരെ വിചാരിക്കുക. ഇനി അടുത്ത മാസത്തെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. സിസ്റ്റം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് റെസ്റ്റ് ഡാറ്റ മാത്രം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് MIs ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ സിമിലർ ഡാറ്റ തന്നെയാണ് വരാൻ പോണത്. ഇപ്പോൾ നമ്മൾ വേറൊരു ഷീറ്റ് ബുക്ക് 1ലേക്ക് പോവാണ്. ബുക്ക് 1ൽ സെയിം ഡാറ്റ തന്നെ ഇരിക്കണം. ഇതേ ഡാറ്റ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ഡാറ്റ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒറിജിനൽ ഡാറ്റയിൽ പേസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ മുമ്പത്തെ ഹൗ ടു ക്രിയേറ്റ് ഡൈനാമിക് റിപ്പോർട്ട് ഫീൽഡിൽ ഇതേ ഡാറ്റ തന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് ഈ ഡാറ്റയും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇവിടെ വേണ്ടത്. പക്ഷെ നമ്മളിവിടെ പിവോട്ട് ടേബിൾ ഒന്ന് റിഫ്രഷ് ചെയ്താലും നമുക്ക് ആ ഡാറ്റ കിട്ടില്ല. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തതിന് തൊട്ട് മുകളിലത്തെ ഡാറ്റ വെച്ചിട്ടാണ് റേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സിനാരിയോ ഒഴിവാക്കാനായിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് ടേബിൾ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ട് ഓപ്ഷനിൽ വന്ന് ഇവിടെ ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടേബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടേബിൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതൊരു ടേബിളായിട്ട് വരും. ഇവിടെ മൈ ടേബിൾസ് അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. ഇത് ഓക്കെ കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് എക്സലിൽ. അതായത് വർക്ക് വളരെ ഡൈനാമിക് ആക്കാനുള്ളൊരു ഓപ്ഷൻ കൂടിയാണത്. ഇവിടെ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് സാധാരണ മുമ്പെടുത്ത പോലെ പിവോട്ട് ടേബിൾ റിപ്പോർട്ട് എടുക്കും. ഇവിടെ പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെർട്ടിൽ പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാം സെലക്ട് ഡാറ്റ ടേബിൾ റേഞ്ചിൽ ടേബിൾ 1 എന്നൊരു ഓപ്ഷനാണ് ഒന്ന് എടുക്കേണ്ടത്. ഇത് ഓക്കെ കൊടുക്കുക. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മുമ്പ് ഇതുപോലെ പിവോട്ട് ടേബിൾ വരും. ഇവിടെ മുമ്പ് ചെയ്ത പോലെ തന്നെ കസ്റ്റമറിനെ റോ ഫീൽഡിലേക്ക് എമൗണ്ടിനെ നമ്മൾ വാല്യൂ ഫീൽഡിലേക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഫിഗർ കിട്ടി. അതായത് 1,62,000 സംതിങ് കിട്ടി എന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ ഫിഗർ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ എനിക്ക് വീണ്ടും പുതിയ ഡാറ്റ കോപ്പി പേസ്റ്റ് ചെയ്യണം. അത് ഷീറ്റ് 1ലേക്ക് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഡാറ്റ വേറെ ബുക്ക് ഷീറ്റിലേക്ക് വരികയാണ്. സിമിലർ ഡാറ്റ തന്നെ ബുക്ക് 1 എടുക്കുന്നു. ഇവിടെ കോപ്പി ചെയ്യണം ഡാറ്റ. ഈ ഡാറ്റ സ്റ്റേറ്റ് ഇതിൽ കോപ്പി ചെയ്യുമ്പോൾ ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എൻ്റെ തൊട്ട് താഴെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ഇതും ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ആവും. അതായത് നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ ഓട്ടോമാറ്റിക് ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ആവും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിവോട്ട് ടേബിൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ പിവോട്ട് ടേബിൾ ഓപ്ഷൻ മുമ്പെടുത്ത പോലെ പിവോട്ട് ടേബിൾ ഓപ്ഷനിലേക്ക് വരികയാണ്. പിവോട്ട് ടേബിളിൽ ഇപ്പോൾ നമുക്ക് എമൗണ്ട് അറിയാം 1,16 സംതിങ് ആണ്. ഇതിനെ നമ്മളിവിടെ ഡാറ്റയിൽ വന്ന് റിഫ്രഷ് ഓൾ കൊടുക്കുകയാണെങ്കിൽ പുതിയ ഡാറ്റയോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫിഗർ ആയിരിക്കും ഇവിടെ വരിക. അതായത് 1,1988 വരും. മുമ്പ് 162 ആയിരുന്നു, 1980. ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് നമുക്ക് MIs റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ മാസം പുതിയ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കുക. പിന്നെ ഡാറ്റ പത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പിവോട്ട് ടേബിൾ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ കൂടുതൽ ടിപ്സ് ട്രിക്സിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സി യു.